ഗുഡ് ഈവനിങ്. ഞാനൊരു എഡ്യു സ്കിൽ ഇന്റർനാഷണലിലെ ഒരു ഓൾഡ് സ്റ്റുഡന്റ് ആണ്. അച്ഛന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളും വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ എക്സാം പാസ്സായത്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ എഡ്യു സ്കിൽ ഇന്റർനാഷണൽ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇത് ഡിസ്കഷനിലോട്ട് കിടക്കാം. 1 to 6 നമുക്ക് നോക്കാം. ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് ദാറ്റ് മേ ലീഡ് ടു ടെറ്റ്നസ്. കണ്ടോ, ഇഞ്ചുറീസ് പ്ലൂറലാ, പലതരത്തിലുള്ള വൂൺസ് പറയുന്ന ബിയില, അത് ക്രോണ, മേ ലീഡ് ടു ആ. കണ്ടോ, ടെറ്റ്നസ്. അതായത് റിസ്ക് ഫാക്ടേഴ്സ്, ഏത് ടൈപ്പുള്ള ഇഞ്ചുറീസ് ആ കൂടുതൽ ആ ഇഞ്ചുറീസിന്റെ പറയുന്നത് ബിയില. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ബി നോക്കാം, ബി അവിടെ മെൻഷൻ ചെയ്യാം. ഇനി ദ സൈൻസ് ദാറ്റ് പേഷ്യന്റ് മേ ഹാവ് ടെറ്റ്നസ്, സയൻസ് മുഴുവൻ പറയുന്നത് കണ്ടോ, ഏർലി സിംറ്റംസും സയൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നത് എവിടെയാ, സെക്കൻഡ്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് എഴുതാം. ഹൗ ടു ഡിസൈഡ് വെദർ എ ടെറ്റ്നസ് വാക്സിൻ ഈസ് നെസസറി, എങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഒരു ടെറ്റ്നസ് വാക്സിൻ അത് സിക്കകത്തല്ലേ, അതായത് ക്ലീൻ വൂണ്ട് ആണ്, അത് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആണോ, പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ ആണോ, ടെറ്റ്നസ് വൂണ്ട് ആണോ, അതിന്റെ ഏത് സ്റ്റാറ്റസിലാണ് അതിന്റെ ഇമ്മ്യൂണൈസേഷൻ ഇരിക്കുന്നത്, ഇമ്മ്യൂണൈസേഷൻ ഫുൾ എടുത്തവരാണോ, പാർഷ്യലി എടുത്തവരാണോ, അല്ലെങ്കിൽ ക്ലീൻ വൂണ്ട് ആണോ, അതിന്റെ അസസ്മെന്റിന് ശേഷമാണ് അവർ തീരുമാനിക്കുന്നത് എന്തിനെ കുറിച്ച്, ആ ഒരു ഇത് ആവശ്യമാണോ എന്ന് വാക്സിനേഷൻ. മനസ്സിലായോ? ആ വൂണ്ടും ടെറ്റ്നസ് പ്രോൺ വൂണ്ട് അതൊക്കെ അവരുടെ ആ ഒരു ഹിസ്റ്ററി കളക്ഷനിലൂടെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സി നമുക്ക് കിട്ടി. ഇനി ഫോർ, ആൻ ആൾട്ടർനേറ്റീവ് നെയിം ഫോർ ടെറ്റ്നസ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് നെയിം ഫോർ ടെറ്റ്നസ് നമുക്ക് ഓൾറെഡി അറിയാം. ബ്രാക്കറ്റ് നമ്മൾ നോക്കി. ടെറ്റ്നസിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന എയിൽ തന്നെയാണ്. ബിയിലൊക്കെ എന്താ, റിസ്ക്. സിയില് ആഫ്റ്റർ ഇഞ്ചുറിക്ക് ശേഷമുള്ള മാനേജ്മെന്റ്. ഡിയിൽ പാർട്ടിക്കുലർലി HTIG കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ആൾട്ടർനേറ്റീവ് നെയിം ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്, അത് ഫോർത്ത് ക്വസ്റ്റ്യൻ കണ്ടോ, സംടൈംസ് കോൾഡ് ലോക്ക് ജോ. കണ്ടോ, ആൾട്ടർനേറ്റീവ്, അതിന് പകരം പറയുന്ന ഈ ഒരു പേരും പറയാം, അത്രേ ഉള്ളൂ. ഇനി എന്താ, പോസിബിൾ സൈഡ് എഫക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ടെറ്റ്നസ് മെഡിക്കേഷൻ. ഞാൻ പറഞ്ഞ പോലെ പർട്ടിക്കുലർ ആയിട്ടൊരു മെഡിക്കേഷൻ, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞൊരു മെഡിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. പർട്ടിക്കുലർ, മറ്റേതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ടെറ്റ്നസ് ഇമ്മ്യൂണൈസേഷൻ ഫോളോയിങ് ഇഞ്ചുറീസ് തന്നെ ആന്റിബയോട്ടിക്സും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പർട്ടിക്കുലർ ആയിട്ട് സെപ്പറേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. പോസിബിൾ സൈഡ് എഫക്ട്സും അതിൽ പറയുന്നുണ്ട്. സിക്കകത്ത് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, കൊടുക്കണ്ട, എന്തോ ബേസ്ഡ് അവരുടെ ഇമ്മ്യൂണൈസേഷൻ ഹിസ്റ്ററി വൂണ്ടും ഒക്കെ നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പോസിബിൾ സൈഡ് എഫക്ട്സ് വരുന്നത് അഡ്വേഴ്സ് റിയാക്ഷൻസും ആ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അതാ കേട്ടോ. അപ്പോൾ ഡി 6, അതർ കണ്ടീഷൻസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ടെറ്റ്നസ്. അതർ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ സയൻസ്. കണ്ടോ, കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ സയൻസ് ആ സിംറ്റംസ് അല്ല. കണ്ടോ, എ പേഴ്സൺ മേ ഹാവ് എ ഫീവർ ആൻഡ് സംടൈംസ് ഡെവലപ്പ് അബ്നോർമൽ. കണ്ടോ, അതൊക്കെ പറയുന്നത് എന്താ, അസോസിയേറ്റഡ് കണ്ടീഷൻസ് ആ ടെറ്റ്നസിന്റെ കൂടെ. അപ്പൊ എ ഡയറക്റ്റ് കിട്ടി.